SSLC മലയാള റിവിഷൻ്റെ പാർട്ട് 11 ഭാഗത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു യാത്രാ വിവരണം തയ്യാറാക്കേണ്ടത്? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഒരു യാത്രാ വിവരണം. നിങ്ങൾ നടത്തിയ ഒരു യാത്രയെക്കുറിച്ചുള്ളൊരു വിവരണം തയ്യാറാക്കുക. അപ്പോൾ എന്താണ് യാത്രാ വിവരണം? അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമസ്കാരം. ലേൺ മലയാളം വന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്നേഹത്തോടെ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇത് 11ാമത്തെ പാർട്ടാണ്. അതിന് മുമ്പുള്ളതുണ്ട്, റിവിഷനുണ്ട്, പാഠഭാഗങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ സശ്രദ്ധം പരീക്ഷയ്ക്ക് വേണ്ടി അത് കേട്ട് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുക. എന്താണ് യാത്രാ വിവരണം? ഒരാൾ നടത്തിയ യാത്രയിലെ കാഴ്ചകളും അനുഭവങ്ങളും മറ്റുള്ളവർക്ക് ആ സ്ഥലം നേരിട്ട് കണ്ട അനുഭവം ഉണ്ടാക്കുന്ന രീതിയിൽ വിവരിക്കുന്ന സാഹിത്യ വിഭാഗമാണ് യാത്രാ വിവരണം. യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 6 ഘട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആകർഷകമായൊരു ടൈറ്റിൽ, ഒരു തലക്കെട്ടുണ്ടായിരിക്കണം. യാത്ര പോയ സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ യാത്രയുടെ പ്രത്യേകതയോ സൂചിപ്പിക്കുന്ന തലക്കെട്ട് നൽകുക. ഉദാഹരണമായിട്ട് 2 കാര്യങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. വയനാടൻ മഞ്ഞിലൂടെ ഒരു യാത്ര, കടൽക്കാറ്റെറിഞ്ഞ ആലപ്പുഴ. യാത്രാ ലക്ഷ്യവും പശ്ചാത്തലവും. എങ്ങോട്ടാണ് യാത്ര പോയത്, എപ്പോഴായിരുന്നു യാത്ര, ആരെല്ലാമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇനി യാത്രാ മാർഗം, ഉപയോഗിച്ച വാഹനം, യാത്രയിലെ രസകരമായ അനുഭവങ്ങൾ, വഴിയോര കാഴ്ചകൾ എന്നിവ അതിൽ ഉൾപ്പെടുത്തുക. സ്ഥലവർണ്ണന, ആ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി, പ്രത്യേകതകൾ, ചരിത്രപരമായ പ്രാധാന്യം എന്നിവ ഭാവനാത്മകമായി വിവരിക്കുക. ഇനി അനുഭവങ്ങളാണ്. കണ്ട കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ വികാരം എന്താണ്, അവിടെ കണ്ടുമുട്ടിയ ആളുകൾ എങ്ങനെയുള്ളവരാണ്, അവിടുത്തെ ഭക്ഷണം എങ്ങനെയുള്ളതായിരുന്നു എന്നിവയെക്കുറിച്ചുള്ള വിവരണമാണ് എഴുതേണ്ടത്. ആ യാത്ര നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു, ആ സ്ഥലം സന്ദർശിക്കാൻ മറ്റുള്ളവർക്ക് നൽകുന്ന നിർദ്ദേശം എന്നിവയോടെ പറഞ്ഞ് ആ യാത്രാ വിവരണക്കുറിപ്പ് അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്ന യാത്ര പച്ചപ്പും മഞ്ഞും പുതച്ച വയനാടൻ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഒരു യാത്ര. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ജോലി തിരക്കുകളിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കാനാണ് ഇത്തവണ വയനാട്ടിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്തത്. ജനുവരി മാസത്തെ കൊടും തണുപ്പുള്ള ഒരു ശനിയാഴ്ച പുലർച്ചെയായിരുന്നു യാത്രയുടെ തുടക്കം. എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ 3 പേരും കൂടെയുണ്ടായിരുന്നത് യാത്രയുടെ ആവേശം കൂട്ടി. ഞങ്ങളുടെ സ്വന്തം കാറിലായിരുന്നു യാത്ര. കോഴിക്കോട് പിന്നിട്ട് താമരശ്ശേരി ചുരം കയറി തുടങ്ങിയപ്പോൾ തന്നെ പ്രകൃതി മാറാൻ തുടങ്ങി. 9 ഹെയർപിൻ വളവുകൾ താണ്ടുമ്പോൾ താഴെ കാണുന്ന നഗര വെളിച്ചങ്ങളും മുകളിൽ നിന്ന് നമ്മെ പൊതിയുന്ന കോടമഞ്ഞും വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. വഴിയോരത്തെ തട്ടുകടയിൽ നിന്നും കഴിച്ച ചൂട് ചായയും കടിയും തണുപ്പകറ്റാൻ സഹായിച്ചു. വയനാടിൻ്റെ ഹൃദയഭാഗമായ മേപ്പാടിയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. പച്ചപ്പട്ടുടുത്ത തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള പാതകൾ ഒരു പെയിൻറ്റിംഗ് പോലെ തോന്നിപ്പിച്ചു. അടുത്ത ദിവസം സന്ദർശിച്ച കുറുവ ദ്വീപ് പ്രകൃതിയുടെ ഒരു പച്ചത്തുരുത്താണ്. കബനി നദിയിലെ ചെറുദ്വീപുകളും അവിടുത്തെ അപൂർവ സസ്യജാലങ്ങളും വയനാടിൻ്റെ സ്വാഭാവിക ഭംഗി വിളിച്ചോതുന്നു. സൂചിപ്പാറയിലെ പാറക്കെട്ടുകൾക്കിടയിലൂടെ കുതിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടം കണ്ടപ്പോൾ മനസ്സ് തണുത്തു. ആ ജലഗണങ്ങൾ മുഖത്ത് വന്ന് പതിക്കുമ്പോൾ തോന്നുന്ന അനുഭവം വിവരിക്കാനാവില്ല. എന്നാൽ കുറുവ ദ്വീപിലെ ചങ്ങാട യാത്ര ആയിരുന്നു ആ യാത്രയിലെ ഹൈലൈറ്റ്. നിശബ്ദമായ നദിയിലൂടെ മുളകൾ കൊണ്ട് നിർമ്മിച്ച ചങ്ങാടത്തിലിരിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണെന്ന് തോന്നിപ്പോകും. തനത് വിഭവമായ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ തനത് വിഭവമായ വനസുന്ദരി ചിക്കനും പുഴുങ്ങിയ കപ്പയും കഴിച്ചപ്പോൾ നാവിനും മനസ്സിനും ഒരുപോലെ സംതൃപ്തി ലഭിച്ചു. ഈ യാത്ര വെറുമൊരു വിനോദമായിരുന്നില്ല, മറിച്ച് മനസ്സിന് ലഭിച്ച ഒരു പുനരുജ്ജീവനമായിരുന്നു. മഞ്ഞും മഴയും പച്ചപ്പും ഒത്തുചേരുന്ന വയനാടൻ മണ്ണ് ഒരിക്കലും കണ്ടു തീർക്കാനാവില്ല. നഗരത്തിൻ്റെ മടുപ്പിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ മഞ്ഞിലൂടെ സഞ്ചരിക്കണം. മടക്കയാത്രയിൽ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ കോടമഞ്ഞിൻ്റെ തണുപ്പും പച്ചപ്പിൻ്റെ നന്മയും ഉണ്ടായിരുന്നു.